ഗസയിലെ ജനങ്ങൾ പട്ടിണിയിലാണ്. മിഡിൽ ഈസ്റ്റ് സന്ദർശന വേളയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതാണിത്. ഏറ്റവും അടുത്ത സഖ്യരാഷ്ട്രം ഇസ്രായേലിനെ അവഗണിച്ചാണ് ട്രംപ് അറബ് രാജ്യങ്ങൾ സന്ദർശിച്ചത്. ലോകം മുഴുവൻ ഈ ദിവസങ്ങളിൽ മിഡിൽ ഈസ്റ്റിലെ സംഭവവികാസങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. ഞങ്ങൾ ഗാസയെ നിരീക്ഷിക്കുകയാണ്, ഞങ്ങൾ ഗാസയെ ശ്രദ്ധിക്കും, ധാരാളം ആളുകൾ പട്ടിണിയിലാണ്, ട്രംപ് അബുദാബിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അതേസമയം ഗസയിലെ ഉപരോധം പിൻവലിക്കാൻ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ഹമാസ് അമേരിക്കയോട് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 24 മണിക്കൂറിൽ ഗസയിൽ മരിച്ചത് 109 പേരാണ്. 216 പേർക്ക് പരിക്കേറ്റതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. തുടർച്ചയായ ബോംബാക്രമണവും പ്രവേശന നിയന്ത്രണങ്ങളും കാരണം നിരവധി പേർ തെരുവുകളിലും തകർന്ന കെട്ടിടങ്ങൾക്കിടയിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും ഗസയിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു. മാർച്ച് മധ്യത്തിൽ ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ച ശേഷം ഗസയിൽ വിവിധ ആക്രമണങ്ങളിൽ 2985 പേർ കൊല്ലപ്പെടുകയും 8173 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2023 ഒക്ടോബർ 7 മുതൽ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന തുടർച്ചയായ ആക്രമണത്തിൽ കുറഞ്ഞത് 53,119 പേർ കൊല്ലപ്പെടുകയും 1,20,214 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗസയിലെ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കിൽ പറയുന്നു. വെള്ളിയാഴ്ച വടക്കൻ ഗസയിൽ ഇസ്രായേൽ കരയാക്രമണം ആരംഭിച്ചു. കനത്ത ബോംബാക്രമണത്തിൽ നിരവധി പലസ്തീനികൾ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തു. തുടർച്ചയായ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കുറഞ്ഞത് 100 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി വടക്കൻ ഗസയിലെ അൽ അബ്ദ ആശുപത്രി ഡയറക്ടർ പറഞ്ഞു. നാവിക ഷെല്ലാക്രമണത്തോടൊപ്പം വ്യോമ പീരങ്കി ബോംബാക്രമണവും ഗസ മുനമ്പിൻ്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തെ വിവിധ പ്രദേശങ്ങളെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ നടത്തി. വെസ്റ്റ് ലാഹിയയിലും ജബാലിയയിലും നിരവധി വീടുകൾ നിലംപൊത്തി. ഡസൻ കണക്കിന് മൃതദേഹങ്ങൾ കണ്ടെടുത്തുവെന്നും മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. അതേസമയം നിരവധി പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. 19 മാസത്തെ യുദ്ധത്തിലുടനീളം ഇസ്രായേലിൻ്റെ വ്യോമ കര ആക്രമണങ്ങളിൽ വടക്കൻ ഗസ മുനമ്പിൽ കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. വടക്കൻ ഗസയിലെ ഇസ്രായേൽ വെടിവെപ്പ് തുടരുന്ന പ്രദേശങ്ങളിൽ നിന്ന് പലസ്തീനികൾ പലായനം ചെയ്യാൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടതായി അധികൃതർ വെള്ളിയാഴ്ച അറിയിച്ചു. നേരത്തെ ബെയ്ത്ത് ലാഹിയ, ജബാലിയ എന്നീ പ്രദേശങ്ങളിൽ നിന്ന് പലസ്തീനികൾ പലായനം ചെയ്യാൻ തുടങ്ങിയതായി റിപ്പോർട്ട് വന്നിരുന്നു. ഗസയിലെ സിവിൽ ഡിഫൻസ് വക്താവ് പറയുന്നത് ആവശ്യത്തിന് ജീവനക്കാരില്ലെന്നും വെടിവയ്പ് റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുന്നില്ലെന്നുമാണ്. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ കഴിയുന്നില്ലെന്നും വക്താവ് പറഞ്ഞു. അതിനിടെ ഗസയിൽ അടിയന്തരമായി വെടിനിർത്തൽ നടപ്പാക്കണമെന്ന് ജോർദാനിലെ അബ്ദുള്ള രണ്ടാമൻ രാജാവ് വെള്ളിയാഴ്ച US വൈസ് പ്രസിഡന്റ് JD വാൻസുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിനിടെ ആവശ്യപ്പെട്ടു. ഗസയിൽ വെടിനിർത്തൽ ഉടൻ പുനഃസ്ഥാപിക്കണമെന്നും മാനുഷിക സഹായങ്ങൾ പുനരാരംഭിക്കണമെന്നും അധിനിവേശ വെസ്റ്റ് ബാങ്കിലും ജെറുസലേമിലും സംഘർഷങ്ങൾ രൂക്ഷമാകുന്നത് തടയണമെന്നും അബ്ദുള്ള രാജാവ് ആവർത്തിച്ചതായി ജോർദാനിലെ പെട്ര വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. ഗസയിൽ വീണ്ടും വെടിനിർത്തൽ ഉണ്ടാകുമോ? അമേരിക്ക വെടിനിർത്തലിന് ഇടപെടുമോ? തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു മെയ് 6 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹൂതികളുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. 2 മാസം നീണ്ട കടുത്ത ബോംബിങ്ങിന് ശേഷമായിരുന്നു ട്രംപിൻ്റെ പ്രഖ്യാപനം. അമേരിക്കയും ഹൂതികളും തമ്മിലുള്ള വെടിനിർത്തലിന് പിന്നാലെ സൗദി അറേബ്യയുടെ പങ്ക് വെളിപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഹൂതികളുമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് നിർണായകമായത് സൗദിയുടെ സമ്മർദ്ദമാണെന്നാണ് മിഡിൽ ഈസ്റ്റ് ഐ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് 2004 യമനിൽ ബോംബാക്രമണം ആരംഭിച്ചത്. അതിനുശേഷം അധികാരത്തിലെത്തിയ ട്രംപ് മാർച്ച് 15 മുതൽ വൻതോതിലുള്ള ആക്രമണത്തിനാണ് തുടക്കമിട്ടത്. സൗദി തുടക്കം മുതലേ ഇതിനെതിരെ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. എന്നാൽ അത് ഫലം കണ്ടത് ട്രംപിൻ്റെ പശ്ചിമേഷ്യൻ സന്ദർശനത്തിന് മുമ്പുള്ള ആഴ്ചയിലാണ്. യമനിൽ ആക്രമണം തുടരുമ്പോൾ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് സൗദിയിലെത്തുന്നത് തീ കൊണ്ടുള്ള കളിയായിരിക്കുമെന്ന മുന്നറിയിപ്പ് സൗദി ഭരണകൂടം നൽകിയിരുന്നുവെന്നാണ് വിവരം. പിന്നാലെയാണ് മാർച്ച് 6 പൊടുന്നനെ ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. അറബ് രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിൽ ഗസയിലും സമാധാനം വരുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഗസയിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തുന്നത് ഉറപ്പുവരുത്തുമെന്ന് ട്രംപ് മിഡിൽ ഈസ്റ്റ് സന്ദർശന വേളയിൽ പറഞ്ഞിരുന്നു. മാത്രമല്ല പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കണമെന്ന ആവശ്യവും സൗദി ട്രംപിന് മുന്നിൽ വച്ചിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ അറബ് രാജ്യങ്ങളുടെ ആവശ്യം ട്രംപിന് തള്ളിക്കളയാൻ കഴിയില്ലെന്നാണ് വിലയിരുത്തൽ.